മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനന്ത് വന്ന വിവരങ്ങളെല്ലാം കേട്ടപ്പോൾ ലേഖയ്ക്ക് ആകെ മൊത്തം സമനില തെറ്റിയാണ് കേട്ടോ. എവിടെ നിന്നാണ് വീണത്? മുകളിൽ നിന്നാണോ വീണത്? അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റിയോ? ഞാൻ അന്നേ പറഞ്ഞതാണ് കണ്ണനോട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞതാണ്. അനിയത്തെ പാഠം പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുപോയിട്ട് എന്തായി അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ലേഖ അങ്ങനെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് അനന്തുവിനോട് പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, കണ്ണനാകെ മൊത്തം സമനില തെറ്റിയ പോലെയാണ് നിൽക്കുന്നത്. നീ ഇനി ഇത് അവിടെ പോയിട്ട് കണ്ണനോടൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം ആശുപത്രിയിലേക്ക് തോമസ് വൈദ്യർ ഓടിക്കൊതിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ തന്നെ എലിസബത്ത് ഡോക്ടറെ കാണും. എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇച്ചായ, അത്രയും മുകളിൽ നിന്നാണ് വീണിരിക്കുന്നത്, എന്താ പറ്റുക, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, അമ്മയും കുഞ്ഞിനെയും കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറയാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് കണ്ണൻ അവിടെ പുറത്തുണ്ട് എന്ന് പറയാണ്. തോമസ് വൈദ്യർ വേഗം കണ്ണൻ്റെ അടുത്ത് പോയതും കണ്ണൻ തോമസ് വൈദ്യരെ കണ്ടതും കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജുവിനോട് കണ്ണൻ പറയുകയാണ്, അമ്മ വിളിച്ചിരുന്നു, മഹിയുടെ അമ്മ വിളിച്ചിരുന്നു, ഞാൻ എന്തായാലും വിളിച്ചില്ല, ഒന്ന് തിരിച്ച് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതേസമയം മഞ്ജു പറയുന്നുണ്ട് വിളിക്ക് കണ്ണേട്ട എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മോഹിനിയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. അത് കേട്ടതും തന്നെ മോഹിനിക്ക് ആകെ മൊത്തം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മോഹിനി പറയുന്നുണ്ട് അവളിവിടെ വന്നിട്ടുണ്ട്, എന്താ കണ്ണ, എന്താ പറ്റി, എൻ്റെ മോൾക്ക് എന്താണ് എന്ന് പറയുമ്പോൾ കണ്ണൻ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ഒത്തിരി കുഴപ്പമാണ് തോന്നുന്നു, എന്തായാലും അമ്മ അവിടെ വരണ്ട, അനന്തവും ലേഖയും വരും, ഞാനും മഞ്ജു ഉണ്ട് എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മോഹിനി ആകെ ദേഷ്യം വന്നിട്ട് ഒരു ഭദ്രകാളിയുടെ രൂപമാകണം കേട്ടോ. അങ്ങനെ അതിനുശേഷം മുകളിലേക്ക് പോകുമ്പോൾ കരുണ അവിടെ ഉണ്ടാവും. കരുണയെ പോയിട്ട് ഇങ്ങനെ തുറിച്ച് നോക്കണം. അത് കാണുമ്പോൾ കരുണ ചോദിക്കുക, എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്, നീ എന്താടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ കരുണയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയണം കേട്ടോ. ഓഹോ അറിഞ്ഞോ, അമ്മയും കുഞ്ഞും പോയോ, അതാണ് എനിക്ക് അറിയേണ്ടത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടതും ദേഷ്യം വന്ന് മോഹിനി അങ്ങനെ കരുണയുടെ ചെകിട് തട്ടിക്കണം കേട്ടോ. അടിച്ചോ, എന്നെ കൊന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, അവളും കുഞ്ഞും ജീവിച്ചിരിക്കാൻ പാടില്ല, അവൾ പോകണം, അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അവളെ ചവിട്ടി താഴെ ഇടുക ചെയ്തത്. അവൾ പോയോ, കുഞ്ഞ് മരിച്ചോ എന്നിങ്ങനെല്ലാം ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനി അങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ കേട്ടോ. നിങ്ങളെന്നെ കൊന്നോ, എന്നാലും എനിക്ക് വിഷയമില്ല, ഒരിക്കലും അവൾ എനിക്കില്ലാത്തതൊന്നും അവൾക്ക് പാടില്ല, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. ഞാൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുക്കുക എന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അത് കഴിക്കാൻ നേരത്ത് ആ കണ്ണൻ അവനത് ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, അത് കാരണമാണ് അത് നടന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. മോഹിനി പറയും, നിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും അതേ സ്വഭാവമാണ് എനിക്ക്, നീ എങ്ങനെ എൻ്റെ വയറ്റിൽ കിടന്നതാണ്, ഏതായാലും അവരെ വെറുതെ വിടില്ല എന്ന് പറയും. എനിക്കതൊന്നും വിഷയമല്ല, ഏതായാലും അവളും കുഞ്ഞും കാണാൻ പാടില്ല, അത്ര എന്നെ പറയും. മോഹിനി പറയും, നീ അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും പറഞ്ഞിട്ട് ചങ്ക് തകർന്നിട്ട് മോഹിനി പോവുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടറോട് തോമസ് വൈദ്യർ ഇങ്ങനെ സംസാരിക്കുകയാണ്, സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട്, ഞാനിതൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, 8 മാസമായി, പക്ഷേ എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യാമെന്ന് പറയണേ. ഇവരെന്തിനാണ് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയത്, അവൾ ആ കൂട്ടുകാരുടെ അടുത്ത് നിന്നാൽ മതിയായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ തോമസ് വൈദ്യർ പറയുന്നുണ്ട്, അവരനിയത്തിയെ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ്, അതിപ്പോഴും ഇങ്ങനെയായില്ലേ ചോദിക്കും. എന്തായാലും ശരി, എന്തെങ്കിലും ഒന്ന് ശ്രമിക്കണം പറയും. ഞാൻ അമ്മയുടെ കാര്യം മാത്രം ശ്രമിക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ തോമസ് വൈദ്യർ പറയുന്നുണ്ട്, അത് ദിവ്യശക്തിയുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിനെ ഒന്നും സംഭവിക്കില്ല, അത് അന്ന് വിഷം കൊടുത്തിട്ടും അത് രക്ഷപ്പെട്ടില്ലേ, അതേപോലെ തന്നെ ഇപ്പോഴും രക്ഷപ്പെടും എന്നിങ്ങനെ പറയുമ്പോൾ എലിസബത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് പ്രത്യേകം പ്രാർത്ഥനയും മെഴുകുതിരിയും എല്ലാം നേർന്നിട്ടുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ, പകുതി ദൈവം കർത്താവിൻ്റെ അടുത്തും ബാക്കി കയ്യിലുമാണ് ഉള്ളത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ദുർഗയും ഉണ്ണിയും കൂടി സംസാരിക്കണം കേട്ടോ. അമ്മേ എന്താ ചെയ്യുക, ഇനി പ്രശ്നമാവുമല്ലോ എന്ന് പറയണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മോനെ, അവൾ ഒരു ദിവസത്തെ പണി മുഴുവൻ ഇവിടെ ചെയ്യല്ലേ, അതുകൊണ്ട് അവളുടെ സമനില തെറ്റിയിട്ട് അവൾ ചെയ്തതാണ് എന്ന് പറയണം. അതിനെന്താ കാരണം അമ്മേ, അവൾ എന്തിനാണ് അവരെ പേടിക്കുന്നത്, അവളെ പേടിക്കുന്നതിൻ്റെ കാരണം എന്താണ്,
പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഇതിൻ്റെ പിന്നിൽ അന്വേഷിക്കേണ്ടി വരുമോ? ഇനിയിപ്പോൾ എനിക്ക് ആ കുഞ്ഞിനും അമ്മയ്ക്കും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇനി എനിക്ക് വെറുതെ തരുന്ന പൈസ ഒന്നും തരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, മോനെ നിനക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയിക്കൂടെ എന്ന്. എവിടെ ജോലിക്ക് പോവുകയാണ്, അതോടുകൂടി പിന്നെ എനിക്കൊന്നും തരില്ല. അതേസമയം ഉണ്ണി ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, എന്തായാലും പറ്റിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ്. ഏതായാലും കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിലും കരുണ ഇനി ഇങ്ങോട്ടേക്ക് വരും തോന്നണില്ല എന്ന് അവർ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം പിന്നീടും സംസാരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം, ഏതായാലും അവരോട് പറയണ്ട എന്ന് പറയണം കേട്ടോ. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടി വരികയാണ്. പ്രതാപനും മുത്തശ്ശിയും കൂടി വരുമ്പോൾ തന്നെ മോഹിനി ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അവരെ കണ്ടതും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അമ്പലത്തിൽ പോയി വന്നത് ഇവളെയാണല്ലോടാ കണ്ടത്, ഇവളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അവർ വന്നിട്ട് മോഹിനിയൊക്കെ രൂപം കണ്ടിട്ട് പേടിക്കുകയാണ് പ്രതാപൻ. അപ്പോഴേക്കും കരുണ അവിടെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പ്രതാപനോട് നല്ല രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് മോഹിനി പോവുകയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എങ്കിൽ നിങ്ങളെ ഒരിക്കലും ഞാൻ ഇവിടെ ഇരിക്കാൻ വിടില്ല, നിങ്ങൾ 3 പേരെയും ഞാൻ ജയിലിൽ കയറ്റും എന്ന് പറഞ്ഞിട്ട് മോഹിനി പോവുകയാണ് കേട്ടോ. മോഹിനി അവിടെ പോയി ICUയിൽ പോയിട്ട് കണ്ണനോട് സംസാരിക്കുകയാണ്. കണ്ണനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുകയാണ് കേട്ടോ. അതേസമയം കണ്ണനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനെ കൊന്നിരിക്കുന്നത് അയാളാണെന്നുള്ള കാര്യം ഡോക്ടറോടും മറ്റു എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ ആകെ മൊത്തം ദേഷ്യം വന്നിട്ട് കരുണയും അതുപോലെ പ്രതാപനെയും കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻ എന്തെങ്കിലും ചെയ്യും. അതേസമയം ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് കരുണ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ. അവർക്ക് മനസ്സിൽ സന്തോഷം തോന്നും, പക്ഷെ മുത്തശ്ശിക്ക് ഭയങ്കര ആശങ്കയാണ്. കാരണം ഇനിയിപ്പോൾ മാർക്കോ വരുമോ, അതോ ആരാണ് വരുന്നത്, കണ്ണൻ വരുമോ, ആര് വരുമെന്നറിയില്ല. മോളെ എന്തായാലും ശരി, ഇവിടെ എന്തോ ഒന്ന് സംഭവിക്കും, അവർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പ്രതാപനും അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത് കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ കൂടി അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യും അതുപോലെ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.